ഹലോ ഫ്രണ്ട്സ്, വൺ സ്പ്രിംഗ് നൈറ്റ് എന്ന ഡ്രാമയുടെ അവസാനത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ജിഹും ലീയും സംസാരിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. യൂനുവിന്റെ അമ്മ അവനെ വിട്ടുപോയ ശേഷം അവന്റെ ഉള്ള ഫീലിംഗ്സ് ഒക്കെ തന്നെ അവൻ കുറച്ചു നാൾ അടക്കി വെച്ചിരുന്നതായിരുന്നു. പലപ്പോഴും ദേഷ്യവും വിഷമമൊക്കെ അവന് വരാറുണ്ട്. അതൊക്കെ തുറന്ന് കാട്ടിയില്ലെങ്കിൽ തനിക്ക് തന്നെ നഷ്ടമാകുമെന്ന് അവന് തോന്നിയിരുന്നു. അപ്പോഴൊക്കെ ഇങ്ങനെ മദ്യപിക്കുന്ന സമയത്ത് തന്റെ ഉള്ള ഫീലിംഗ്സും ദേഷ്യവും ഒക്കെ പുറത്തേക്ക് വരും. അങ്ങനെയാണ് ഇത്തവണയും സംഭവിച്ചതെന്ന് അവൻ പറയുന്നു. അന്ന് നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ഒരുപാട് വിഷമമുണ്ടെന്നും അതിനെല്ലാം ഒരിക്കൽ കൂടി സോറി പറയുന്നുവെന്നും പറഞ്ഞിട്ട് അവൻ അവളോട് വീണ്ടും സോറി പറയുകയാണ്. അവൻ കടന്നുപോകുന്ന സിറ്റുവേഷൻ എന്താണെന്ന് ലീക്ക് നല്ലപോലെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവള് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല എന്ന്, പക്ഷെ നീ ഇങ്ങനെ അമിതമായിട്ട് മദ്യപിക്കാൻ പാടില്ല. അതുകൊണ്ട് വീട്ടിലെത്തിയ ശേഷം അവനെ കൊണ്ട് അവളാകട്ടെ പേപ്പറിൽ എഴുതിപ്പിക്കുന്നുണ്ട്, മാസത്തിൽ ഒരിക്കൽ മാത്രമേ നീ കുടിക്കാൻ പാടുള്ളൂ എന്ന്. അതെങ്ങാനും തെറ്റിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കില്ല. അങ്ങനെ അവനെ കൊണ്ട് സൈനും ചെയ്ത് വാങ്ങിക്കുന്നു. ഇവിടെ നമ്മുടെ ജീസോക്കാകട്ടെ ലീയുടെ അച്ഛനെയും തന്റെ അച്ഛനെയും ഒരുമിച്ച് ഡിന്നറിന് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. തന്റെ കല്യാണക്കാര്യത്തെ പറ്റി സംസാരിക്കാനായിരുന്നു അത്. അതിനു വേണ്ടിയിട്ട് ആദ്യം അവരെടുത്തിരുന്ന ടോപ്പിക്ക് ലീയുടെ അച്ഛന്റെ ഫൗണ്ടേഷനിലെ ജോലിയെ പറ്റിയായിരുന്നു. പ്രിൻസിപ്പലായിട്ട് അയാൾ റിട്ടയർഡ് ചെയ്താലും ഫൗണ്ടേഷനിലെ ജോലിക്ക് അയാളെ തന്നെ സെലക്ട് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. തനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് ലീയുടെ അച്ഛൻ പറയുന്നു. പക്ഷെ കോണാകട്ടെ ലീയുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ തന്റെ മകള് എന്റെ മകനെ വിവാഹം കഴിക്കുമോ എന്ന്. അത് കേട്ടതും ലീയുടെ അച്ഛൻ ആകെ വല്ലാതെയായി. തനിക്കതിൽ സമ്മതമാണെന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ അയാൾ പറയുന്നുണ്ട്, ഇതിൽ എന്റെ സമ്മതമല്ല നോക്കേണ്ടത്, ലീയുടെ സമ്മതമാണ് നോക്കേണ്ടത്. അവൾക്കും ജീസോക്കിനും പരസ്പരം വിവാഹം കഴിക്കാൻ ഓക്കെ ആണെങ്കിൽ മാത്രം അവർ വിവാഹം കഴിച്ചാൽ മതി. പേരൻസായി നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെന്ത് തീരുമാനിക്കുന്നു അതാണ് അവരുടെ ഭാവി. ലീയുടെ അച്ഛന്റെ ഭാഗത്തു നിന്നും മാരേജിന് വേണ്ടിയിട്ട് ഒരു പുഷൊന്നും കിട്ടില്ല എന്ന് ജീസോക്കിന് മനസ്സിലായി. അതുകൊണ്ട് അവൻ പറയുന്നുണ്ട്, ഞങ്ങൾ തന്നെ തീരുമാനിച്ചോളാമെന്ന്. ഇവിടെ ജിഹുവും ലീയും അവർ മാരേജിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. നമ്മുടെ മാരേജിന്റെ കാര്യം കേട്ടപ്പോ തൊട്ട് നിന്റെ അച്ഛൻ വല്ലാത്ത ടെൻഷനിലാണെന്നൊക്കെ എനിക്കറിയാം. അച്ഛനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. സ്വന്തം മകളെ കുറിച്ച് അച്ഛന് ടെൻഷൻ ഉണ്ടാകാതിരിക്കൂ. എന്നാൽ എന്റെ വീട്ടുകാർ ഈ വിവാഹത്തെ എതിർക്കുന്നതിലൊക്കെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കുമ്പോൾ ജിഹു പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലാകുന്ന കാര്യമാണെന്ന്. ഇവിടെ ഫുഡൊക്കെ കഴിച്ച് മദ്യപിച്ചിട്ട് കോണും ലീയുടെ അച്ഛനും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കോണാകട്ടെ വീണ്ടും ലീയുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും നിന്റെ മകൾ എന്റെ മകനെ വിവാഹം കഴിക്കുമോ എന്ന്. ലീയുടെ അച്ഛൻ പറയുന്നുണ്ട്, അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ച് തീർന്നതല്ലേ, വീണ്ടും വീണ്ടും നിങ്ങൾ എന്തിനാ അത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞിട്ട് ഇവര് തമ്മിൽ അങ്ങ് വഴക്കായി. ജീസോക്കാണ് എപ്പോഴും മാരേജ് എന്ന് പറഞ്ഞിട്ട് അവളുടെ പിറകെ നടക്കുന്നത്. എന്റെ മകള് നിങ്ങളുടെ മകനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരു മുൻകൈ എടുത്തിട്ടില്ല. അവനാണ് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും ബഹളം. മദ്യപിച്ച് ഇവർ തമ്മിലുള്ള വഴക്ക് കണ്ടിട്ട് ജീസോക്ക് വന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നു. ലീയുടെ അച്ഛനെ ജീസോക്ക് തന്നെയാണ് അയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അയാളെ സേഫായിട്ട് കൊണ്ടുവന്നതിൽ ലീയുടെ അമ്മയാകട്ടെ ജീസോക്കിനോട് നന്ദിയൊക്കെ പറയുന്നു. എന്നാൽ ജീസോക്കാകട്ടെ തന്റെ ലീയുടെയും വിവാഹത്തെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു. അത് കേട്ടതും ലീയുടെ അമ്മ ആകെ വല്ലാതെയായി. അവൾ ഓൾറെഡി ജിഹുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇവനും അറിയാം. പിന്നെ ഇവനാകട്ടെ ലീയെ വിവാഹം കഴിക്കാൻ നടക്കുന്നു. എന്നാൽ അവൻ പറയുന്നത് താൻ ഇത് ലീക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന്. അവൾ ഒരിക്കലും ജിഹുവിനെ പോലെ ഒരാളുടെ കയ്യിൽ പെടാൻ പാടില്ല. അവളുടെ ലൈഫ് നല്ലതായിരിക്കില്ല. അതുകൊണ്ട് അവൾ എന്റെ കൂടെ തന്നെ ജീവിക്കുന്നത് തന്നെ നല്ലത്. ജിഹു നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവൻ നല്ല ദേഷ്യക്കാരനാണ്. എന്റെ ജോലി സ്ഥലത്ത് വന്ന് എന്നെ ഒരു തവണ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അവനിനി കാശിന് വേണ്ടി വല്ലതും വന്നതാണോന്ന് എനിക്കറിയില്ല. അങ്ങനെ ജിഹുവിന്റെ ഇമേജ് ഇവരുടെ മുന്നിൽ താഴ്ത്താനായിരുന്നു ഇവൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ജീസോക്കിന്റെ ഈ സംസാരമൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്ന് ലീയുടെ അമ്മയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. എന്തായാലും ഇവര് ജിഹുവിനെ കാണാനിരിക്കുകയില്ലേ, അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ആകട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ലീ ഒരു ദിവസം ജിഹുവിനെ വിളിച്ചിട്ട് തന്റെ അമ്മയുടെയും സിസ്റ്റേഴ്സിന്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോകുന്ന കാര്യം സംസാരിക്കുന്നു. എപ്പോഴാ എവിടെയാന്നൊക്കെ ഞാൻ പറയാം, അതിനനുസരിച്ച് നീ ലീവ് എടുത്താൽ മതി. ഫോൺ വെക്കുന്നതിന് മുമ്പ് ജിഹു ആകട്ടെ അവളോട് ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ എല്ലാവരും കാണുകയില്ലേ, ഞാൻ യൂനുവിനെ കൂടി കൊണ്ടുവന്നോട്ടെ എന്ന്. എന്നാണെങ്കിലും അവർ കാണണം. ശരി, അവനെയും കൊണ്ടുവന്നോളാൻ ലീ പറയുന്നു. ഈ കാര്യങ്ങൾ തന്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ അവന്റെ അമ്മയും അച്ഛനും ആകെ ടെൻഷനായി. അതൊക്കെ ശരിയാവുമെന്നാണ് അവർ ചോദിക്കുന്നത്. അവർക്ക് യൂനുവിന്റെ കൂടെ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമോ, എന്തെങ്കിലും കാരണവശാൽ അവർ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിലോ, അങ്ങനെ ഒരുപാട് ടെൻഷൻസ് അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നാണ് ജിഹു പറയുന്നത്. അവിടെ ജീസോക്കാകട്ടെ തന്റെ അച്ഛനോട് ആകെ ദേഷ്യത്തിലായിരുന്നു. ലീയുടെ അച്ഛനുമായിട്ട് വഴക്കിട്ടതിന്റെ പേരിൽ ഞാൻ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അച്ഛൻ എല്ലാം നശിപ്പിക്കാൻ നടക്കുന്നു. ഞങ്ങളുടെ വിവാഹത്തിന് ആദ്യമേ നിങ്ങൾ ഓക്കെ പറഞ്ഞിരുന്നെങ്കിൽ അത് മര്യാദയ്ക്ക് നടന്നു പോയനെ. അത് പോരാഞ്ഞിട്ട് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവളും അവനും ചേർന്നിട്ടുള്ള ഫോട്ടോസ് ഒക്കെ എടുത്തിരിക്കുന്നു. അങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കി. ഇപ്പൊ എങ്ങും എത്താത്ത രീതിയിൽ അത് നിൽക്കുന്നത്. എനിക്ക് അവളെ നഷ്ടപ്പെടുമെന്ന് തന്നെ എനിക്ക് ഉറപ്പായിരിക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് ഇവൻ ഓഫീസിലെത്തിയപ്പോഴാകട്ടെ ഹ്യൂൻസ് ഫോണിൽ സംസാരിക്കുന്നത് ജീസോക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ജിഹുവിന്റെ വിവാഹം ഉടനെ നടക്കും. അത് കഴിയുമ്പോൾ ഇനി ആരുടെയാ നടക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാമെന്ന് അവൻ പാർക്കിനോട് പറയുകയായിരുന്നു. ഇതെല്ലാം ജീസോക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ ജിഹു ലീയും വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് അവന് മനസ്സിലായി. ഇവിടെ നാമാകട്ടെ സോയിനെ ഒഴിവാക്കാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു. സോയിന് വേണ്ടിയിട്ട് കുറെ ഗിഫ്റ്റ് ഒക്കെ അയക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ജെയിനിൻ ലീക്ക് നല്ല ദേഷ്യം വരുന്നു. നിങ്ങൾ അതൊന്നും മൈൻഡാക്കാൻ നിൽക്കണ്ട എന്ന് സോയിൻ പറയുന്നു. ശരിക്കും സോയിനെ നാം അടിച്ചിരുന്ന കാര്യങ്ങളൊന്നും തന്നെ ലീ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജെയിൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ ലീയോ ആകെ ഷോക്കായി. അവനെ വെറുതെ വിടാൻ പാടില്ല എന്നാണ് ലീയും പറയുന്നത്. ഇവിടെ ഒരു രീതിയിലും സോയിൻ തന്നിലേക്ക് തിരിച്ചു വരില്ല എന്ന് മനസ്സിലായതോടുകൂടി നാം ആകട്ടെ തീരുമാനം എടുക്കുന്നുണ്ട്, അവൾക്ക് ഡിവോഴ്സ് തന്നെ കൊടുക്കാമെന്ന്. അല്ലെങ്കിൽ അവൾ ഡൊമസ്റ്റിക് വയലൻസിന് കേസ് കൊടുക്കും, താൻ അകത്തു പോകും. അതിലും ഭേദം ഡിവോഴ്സ് തന്നെയാണ്. അവൻ ആ ഒരു പേപ്പറിൽ സൈൻ ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് സോയിനും ജെയിനും ലിയോ അവളുടെ അമ്മയും എല്ലാം ചേർന്നിട്ട് ജിഹുവിനെയും യൂനുവിനെയും കാണാൻ വരുന്നതാണ്. എല്ലാവരും ഒരിടത്ത് ഫുഡ് കഴിക്കാൻ ഒത്തുകൂടിയിരുന്നു. യൂനു
ആകട്ടെ ലീയെ കണ്ടതും ഓടി അവളുടെ അടുത്തേക്ക് വരുന്നു. യൂനു എല്ലാവരെയും പരിചയപ്പെടുന്നുണ്ട്. അവരുടെ സിസ്റ്റേഴ്സിനും അമ്മയ്ക്കും എല്ലാം തന്നെ യൂനുവിനെയും ജിഹുവിനും ഒരുപാട് ഇഷ്ടമായി. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു. ലീയും യൂനും തമ്മിൽ നല്ല ബോണ്ടിംഗ് ആണെന്ന് അവളുടെ അമ്മയ്ക്ക് മനസ്സിലായി. മാത്രമല്ല ആ ഒരു ഏജിലുള്ള കുട്ടികളെ പോലെ ഒരുപാട് കുരുത്തക്കേടുകളൊന്നും തന്നെ അവനില്ലായിരുന്നു. അവൻ വളരെയധികം കാമായിട്ടാണ് അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നതും എല്ലാവരുമായിട്ടും സംസാരിക്കുന്നതും. ഒരു പ്രാവശ്യം ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു എന്ന് കരുതിയിട്ട് നിന്നെക്കുറിച്ച് എല്ലാം ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നും അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരുമെന്നൊക്കെ ലീയുടെ അമ്മ അവനോട് പറയുന്നു. അതിനെന്താ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാമെന്ന് ജീഹുവും പറയുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ജെയിനാകട്ടെ യൂനുവിനെയും കൂട്ടി പുറത്തേക്ക് കളിക്കാൻ പോയി. ബാക്കി എല്ലാവരും ഇരുന്ന് സംസാരിക്കുകയാണ്. ഇവിടെ സോയിനാകട്ടെ ജീഹുവിനോട് സിംഗിൾ പേരന്റ് ആയിട്ടുള്ള അനുഭവത്തെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനും ഭാവിയിൽ സിംഗിൾ പേരന്റ് ആകാൻ പോവുകയല്ലേ, എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ വളർത്തുന്നതെന്നൊക്കെ ജീഹുവിന്റെ അടുത്തുനിന്ന് എനിക്ക് പഠിക്കാമല്ലോ. എന്നാൽ ജീഹു പറയുന്നുണ്ട് യൂനുവിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് തന്റെ അച്ഛനും അമ്മയാണ്, എനിക്കതുകൊണ്ട് വലിയ ടെൻഷനൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷെ യൂനുവിനെ ഞാൻ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്തോ അതുപോലെ തന്നെ ഞാൻ ലീയം പ്രൊട്ടക്ട് ചെയ്യും. അവൾ എന്നിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അവളുടെ ആ വിശ്വാസത്തെ ഞാൻ ഒരിക്കലും തകർക്കില്ല. അവൻ ഇങ്ങനെ പറയുന്നതെല്ലാം കേട്ടിട്ട് ശരിക്കും സോയിനും ലീയുടെ അമ്മയ്ക്കും ലീക്കും എല്ലാം തന്നെ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ജീഹു ആകട്ടെ എല്ലാവർക്കും ടിഷ്യൂ എടുത്തു കൊടുക്കുന്നു. ലീ പറയുന്നുണ്ട് ഞങ്ങളുടെ ഫാമിലി ഇങ്ങനെയാണ്, സന്തോഷം വന്നാലും സങ്കടം വന്നാലും എല്ലാം കരയും, നീ അത് മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. ഇവിടെ നാമും ജീസോക്കും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയാണ്. നാമിനെ സംബന്ധിച്ച് ഇനി സോയിനെ അവന് തിരിച്ചു കിട്ടില്ല, അതുപോലെ തന്നെ ജീസോക്കിനെ സംബന്ധിച്ച് ലീയും തിരിച്ചു കിട്ടില്ല. ഇത്രയും കാലം താൻ നാമിന്റെ പുറകെ നടന്ന് തങ്ങളുടെ കല്യാണക്കാര്യം വീട്ടിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതെല്ലാം തന്നെ ഫെയിലായി എന്ന് ജീസോക്കിന് മനസ്സിലായി. കാരണം സ്വന്തം വിവാഹ ജീവിതം പോലും മര്യാദയ്ക്ക് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഇവന്റെ അടുത്താണല്ലോ അവൻ ഹെൽപ്പ് ചോദിച്ചത്. ഇവിടെ ലീയുടെ അമ്മയാകട്ടെ ജിഹുനോട് പറയുന്നുണ്ട്, ആദ്യം നിങ്ങളുടെ കാര്യം കേട്ടപ്പോ ഞാൻ ഒട്ടും ഓക്കെ ആയിരുന്നില്ല, ഇപ്പൊ നിന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ നല്ല റിലാക്സ് ആണ്. മാത്രമല്ല ലീയേക്കായാലും നീ നല്ല മെച്ചുർ ആണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കും ജിഹുനും നല്ലൊരു കപ്പിളാകാനും യൂനുവിന്റെ നല്ല പേരൻസ് ആകാനും ഒക്കെ പറ്റുമെന്ന് അവൾ തന്റെ സഹോദരിമാരെയും അമ്മയും ബോധിപ്പിച്ചിരിക്കുന്നു. അതോടുകൂടി ലീയുടെ ഫാമിലിയും ഹാപ്പിയായി. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് പിരിഞ്ഞു. വീട്ടിലെത്തിയ സോയിനാകട്ടെ തന്റെ കുഞ്ഞിനെ ഏത് വിധേനയും പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള രീതിയിൽ ഡയറിയിലൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അവൾക്ക് ജീവനോട് സംസാരിച്ചപ്പോൾ ഒരു സിംഗിൾ പേരന്റ് ആകാനുള്ള ധൈര്യം എല്ലാം തന്നെ കിട്ടിയിരുന്നു. മറ്റൊരു സൈഡില് ലീയുടെ അമ്മ ഒരുപാട് ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇവിടെ ജെയിനും പാർക്കും മറ്റൊരിടത്തിരുന്ന് സംസാരിക്കുന്നു. തന്റെ ഫാമിലി ഇവിടെ വിട്ടിട്ട് താൻ ഇനി ഒരു വിദേശത്തേക്കും പോയി പഠിക്കുന്നില്ല എന്നൊക്കെ അവള് പറയുന്നുണ്ട്. ഇവിടെ യൂനുവിനെ കൊണ്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഈ ഒരു ദിവസം നല്ല രീതിയിൽ കടന്നുപോയതിനെ പറ്റി ലീയും ജിഹു ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ യൂനു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കാൻ പോവുകയാണോ, ലീ എന്റെ അമ്മയാകാൻ പോവുകയാണോ എന്ന്. എന്താ നിനക്ക് ഇഷ്ടമല്ലേ എന്ന് ജിഹു ചോദിക്കുന്നു. തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നാണ് അവൻ പറയുന്നത്. അവന് ലീ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അവന്റെ കൊളീഗ്സും ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഇവിടെ ലീയുടെ അച്ഛനാകട്ടെ കോണിനോട് പറയുന്നുണ്ട്, ആ ഫൗണ്ടേഷനിലെ ഓഫറിനെ പറ്റി ആദ്യമൊക്കെ എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് ഒന്നുകൂടി ചിന്തിക്കണമെന്ന്. റിട്ടയർമെന്റിന് ശേഷം ഞാൻ ഇവിടെ വീണ്ടും മറ്റൊരു പോസ്റ്റിൽ ജോലി ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ കുറച്ചുകൂടി ആലോചിക്കട്ടെ എന്ന്. കാരണം ആ ജോലിയുടെ കാര്യവും പറഞ്ഞിട്ട് തന്റെ മകളെ ജീസോക്കിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഫോഴ്സ് ചെയ്യുന്നതായിട്ട് ലീയുടെ അച്ഛന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയ അയാളെ ലീ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛൻ എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ എടുത്ത തീരുമാനത്തിലും ദേഷ്യം ഉണ്ടാകും. എന്നാൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അച്ഛൻ ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കും. അതുകൊണ്ട് അച്ഛൻ കൂടുതൽ ടെൻഷനൊന്നും അടിക്കണ്ട, ഞാനും സോയിനും ജെയിനും എല്ലാം തന്നെ ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കുമെന്നാണ് അവൾ പറയുന്നത്. അന്ന് വൈകുന്നേരം ജിഹുന്റെ കൂടെ ഫ്രണ്ട്സ് എല്ലാം ചേർന്നിട്ട് ഫ്ലാറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം അവനെ മദ്യപിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. എന്നാൽ ലീക്ക് കൊടുത്ത വാക്ക് കാരണം അവൻ മദ്യപിക്കുന്നുണ്ടായിരുന്നില്ല. അവളെ ഫോൺ വിളിച്ച് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ ശേഷം ഇവന്റെ കൂട്ടുകാര് വീണ്ടും നിർബന്ധിക്കുന്ന കാരണം അവനാകട്ടെ ഒരു കുപ്പി ബിയർ കുടിക്കുന്നു. പിന്നീട് അങ്ങോട്ട് രാത്രി മുഴുവൻ ഇവരുടെ വീട്ടിലേക്ക് ഓരോരോ ഡെലിവറി ആപ്പിൽ നിന്നും ഫുഡുമായിട്ട് ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവർ രാത്രി മുഴുവൻ മദ്യപിക്കുകയും ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആൾക്കാർ വന്നു പോകുന്നത് സോങ് കാണുന്നുണ്ടായിരുന്നു. അവളത് ലീക്ക് മെസ്സേജ് അയക്കുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ലീ ആകട്ടെ ജീഹുനെ കാണാൻ വേണ്ടിയിട്ട് അവന് ഫ്ലാറ്റിലേക്ക് വരുന്നു. അവിടെ കണ്ട കാഴ്ച കണ്ടതും അവളൊന്ന് ഞെട്ടിപ്പോയി. കാരണം എല്ലാ എണ്ണവും നല്ല പോലെ അടിച്ച് പൂസായി അവിടെ കിടക്കുന്നു. തനിക്ക് തന്ന വാക്കും തെറ്റിച്ചിട്ട് ഇവനിങ്ങനെ മദ്യപിച്ചിട്ട് കിടക്കുന്ന കണ്ടിട്ട് അവൾക്ക് ദേഷ്യം വന്നിട്ട് അവൾ ആ പേപ്പർ അവിടെ നിന്ന് വലിച്ചു കയറിയെടുക്കുന്നു. ജീഹു അവളുടെ കൈയും കാലും ഒക്കെ പിടിക്കുന്നു. അവന്മാരെന്നെ നിർബന്ധിച്ച് കുടിപ്പിച്ചതാ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും എന്നെ ഒരുപാട് കളിയാക്കി, അതുകൊണ്ട് ഞാൻ കുടിച്ചതാണെന്നൊക്കെ. എന്നാൽ അവള് പറയുന്നുണ്ട്, നിനക്കെന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി, അതിനിങ്ങനെ മദ്യപിക്കൊന്നും വേണ്ട. മദ്യപിച്ച ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞതല്ലേ, അപ്പൊ നീ മദ്യപിച്ചെങ്കിൽ അതിനർത്ഥം എന്നെ കല്യാണം കഴിക്കണ്ടെന്നല്ലേ. എന്നാൽ അവനൊരു കുട്ടിയെ പോലെ ഇരുന്ന് അവളോട് കെഞ്ചി കെഞ്ചി പറയുകയാണ്, ഞാൻ ഇനി മദ്യപിക്കല്ല, ഒരു അബദ്ധം പറ്റിയതാ, ഇനി ഞാൻ പ്രോമിസ് തെറ്റിക്കില്ല എന്നൊക്കെ. ശരിക്കും അതൊക്കെ കണ്ടപ്പോ ലീക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അവള് ചുമ്മാ തമാശയ്ക്ക് അവനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ, നീ മദ്യപിച്ചെന്ന് കരുതിയിട്ട് എനിക്കൊരു പ്രശ്നമില്ലാന്നും ഓവറാക്കാതിരുന്നാ മതിയെന്നും അവള് പറയുന്നു. പിന്നീട് അവർക്കിടയിൽ കുറച്ച് റൊമാൻറ്റിക് മൊമെന്റ്സ് ഒക്കെ നടക്കുകയാണ്. അതിനുശേഷം ലിയാകട്ടെ ജീഹുവിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അവന്റെ പേരൻസിനെ കാണാൻ വേണ്ടിയിട്ട്. അവന്റെ പേരൻസ് ഒരുപാട് സന്തോഷത്തോടു കൂടി അവളെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നു. അവളെ കണ്ടതും യൂന് ഒരുപാട് ഹാപ്പി ആയിട്ട് അവളുടെ തോളിലേക്ക് ചാടിക്കയറി. ഇവിടെ ലീയുടെ അച്ഛനോട് അവളുടെ അമ്മ പറയുന്നുണ്ട്, നമ്മുടെ കുട്ടികളുടെ ആഗ്രഹവും അവരുടെ സന്തോഷവും എല്ലാം നോക്കി അവരുടെ കൂടെ നിൽക്കുന്ന പേരൻസ് ആയിട്ട് നമുക്ക് നിൽക്കാമെന്ന്. വെറുതെ അവരുടെ ഇഷ്ടങ്ങളെ എതിർക്കാൻ നിൽക്കണ്ട. പതിയെ പതിയെ ലീയുടെ അച്ഛനും അത് മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു. ഇവിടെ ജീഹുവിന്റെ വീട്ടിലാകട്ടെ ജീഹുവിന്റെ അച്ഛന്റെ കൂടെ ചേർന്നിരുന്ന് ലീ മദ്യപിക്കുകയാണ്. തനിക്ക് നല്ലൊരു ഡ്രിങ്കിങ് പാർട്ട്ണറിനെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു ജീഹുവിന്റെ അച്ഛൻ. അതേസമയം ലീയെ ഇനി തനിക്ക് തിരിച്ചു കിട്ടില്ല എന്ന് മനസ്സിലാക്കി ജീസോക്കാകട്ടെ അവൻ
അവന്റെ അച്ഛൻ പറഞ്ഞ പ്രകാരം ഒരു പെൺകുട്ടിയെ കാണാൻ പോകുന്നു. ആ പെൺകുട്ടിയുമായിട്ട് ചേർന്നിരുന്ന് അവൻ സംസാരിക്കുകയാണ്. ഇനിയും ലീയുടെ പിറകെ നടക്കാതെ ലൈഫിൽ മൂവ് ഓൺ ചെയ്യണമെന്നുള്ള ചിന്ത അവന്റെ മനസ്സിൽ വന്നു തുടങ്ങിയിരുന്നു. ഇവിടെ ലീ ആകട്ടെ ജീഹുവിന്റെ അമ്മയോട് വെച്ചിട്ടും പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടാകുമെന്ന് എനിക്കറിയാം, പക്ഷെ ഇപ്പൊ കുറച്ച് ടെൻഷനൊക്കെ കുറയ്ക്കുന്നതാ നല്ലത്. ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകാതെ മാക്സിമം നല്ല ഹാപ്പി കപ്പിളായിട്ട് തന്നെ ഞങ്ങൾ പോകും. യുനുവിന് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകില്ല. അവന് ഞാൻ നല്ലൊരു അമ്മയായിരിക്കും. അങ്ങനെ അന്ന് രാത്രി അവരെല്ലാം ചേർന്നിരുന്ന് നല്ലപോലെ മദ്യപിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോഴാകട്ടെ നമ്മുടെ ലീ കിടന്നത് യുനുവിന്റെ ബെഡിലായിരുന്നു. ജീഹു അവളെ രാവിലെ വന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു. ശരിക്കും അവൾക്ക് രാത്രിയിൽ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് ഒരു ഓർമ്മയില്ലായിരുന്നു. താനെന്താ എവിടെ കിടക്കുന്നതെന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. നീ ഇന്നലെ കുറച്ച് ഓവറായിരുന്നു എന്നാണ് ജീഹു അവളോട് പറയുന്നത്. താനും യൂനും ഒക്കെ വേറെ മുറിയിലാണ് കിടന്നത്, നീ മാത്രമാണ് യൂനുവിന്റെ മുറിയിൽ കിടന്നുറങ്ങിയത്. അവൾക്ക് ആകെ നാണക്കേട് തോന്നി. നിന്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു കാണുമെന്നായിരുന്നു അവൾ ചോദിക്കുന്നത്. എന്നാൽ അവർക്ക് ഒരു കുഴപ്പമില്ല, അവരെല്ലാം വളരെയധികം ഹാപ്പിയാണെന്ന് അവൻ പറയുന്നു. തന്നെ കൊണ്ട് അവൾ സൈൻ ചെയ്യിപ്പിച്ച പോലെ ഇനി നീയും മദ്യപിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറിൽ എഴുതി സൈൻ ചെയ്യണമെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഇവർ രണ്ടുപേരും തങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ജോലിക്ക് പോകുന്നതും ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്നതും എല്ലാമാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ശരി, തീരുമാനിച്ച ടൈമിൽ തന്നെ തങ്ങൾ വിവാഹം കഴിക്കുമെന്നും മുന്നോട്ട് നല്ലൊരു ജീവിതം നയിക്കുമെന്നും അവർ രണ്ടുപേരും പരസ്പരം വാക്കു കൊടുത്തിട്ടുണ്ട്. ജോലി കഴിഞ്ഞിട്ട് അവളാകട്ടെ വീണ്ടും അവന്റെ ഫാർമസിയിലേക്ക് വരുന്നു. ആദ്യം അവൾ കടന്നു വന്ന പോലെ തന്നെ ഹാങ് ഓവേഴ്സിന്റെ മരുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അവള് വരുന്നത്. പിന്നെന്താ മരുന്ന് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയിട്ട് അവർ അവിടെ നിന്ന് കിസ് ചെയ്യുന്നു. അങ്ങനെ ഇവർ രണ്ടും ഒന്നിക്കുകയും ജീസൊക്കെ മൂവ് ഓൺ ചെയ്യുന്നതും എല്ലാം കാണിച്ചുകൊണ്ട് വൺ സ്പ്രിംഗ് നൈറ്റ് എന്ന ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു പുതിയ ഡ്രാമയുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും നമ്മുടെ പുതിയ ഡ്രാമ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട.